സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി മദ്രസകൾ രാജ്യനന്മയ്ക്ക് എന്ന പ്രമേയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. വടകര റോയൽ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കെ.പി. കുഞ്ഞമ്മദ് കുട്ടി എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ. സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി മദ്രസകൾ രാജ്യനന്മയ്ക്ക് എന്ന പ്രമേയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. വടകര റോയൽ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കെ.പി. കുഞ്ഞമ്മദ് കുട്ടി എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. മദ്രസകൾ രാജ്യപുരോഗതിക്ക് ആവശ്യമാണെന്നും അസത്യങ്ങൾ പ്രചരിപ്പിച്ച് സമൂഹത്തിൽ ഛിദ്രത വളർത്തുന്നവരെ ഭരണകൂടം തിരുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. മുസ്ലിങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് മുസ്ലിം വിരുദ്ധ മനോഭാവം ജനങ്ങളിൽ, മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളിൽ മുഴുവനും വ്യാപിപ്പിക്കാൻ എന്തൊക്കെ മാർഗമുണ്ടോ ആ മാർഗങ്ങളൊക്കെ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ചിത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഭയാനകമായ ഒരു സ്ഥിതിവിശേഷമാണ് നമ്മുടെ രാജ്യത്തുള്ളത് എന്ന് കാണാം. മദ്രസകളുടെ കാര്യം മാത്രമല്ല, ജീവനും സ്വത്തിനും സംരക്ഷണമില്ലാത്ത അവസ്ഥ വന്നിരിക്കുന്ന നിരാലംബരായ വലിയൊരു ജനതയെ നമുക്ക് കാണാം. സാധാരണഗതിയിൽ അക്രമികൾ, അവരിൽ നിന്നും സംരക്ഷണം തരേണ്ടത് അധികാരികളാണ്. പക്ഷെ അധികാരികൾ അക്രമികളോടൊപ്പം ചേർന്നാൽ എന്ത് ചെയ്യും? ആ ഒരു അവസ്ഥ ഒന്ന് നമ്മൾ ആലോചിച്ചു നോക്കണം. ഉത്തരേന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒരു മുസ്ലിമിനെതിരായി അല്ലെങ്കിൽ ഒരു പട്ടികജാതിക്കെതിരായി ഒരു പരാതി വന്നു കഴിഞ്ഞാൽ അന്ന് രാത്രി തന്നെ ബുൾഡോസർ വെച്ച് വീടും കെട്ടിടങ്ങളും കച്ചവട സ്ഥാപനങ്ങളും എല്ലാം നശിപ്പിച്ച് തെരുവാധാരമാക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ രാജ്യത്ത് കാണുക. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇടപെട്ടിട്ട് പോലും, ശക്തമായി താക്കീത് നൽകിയിട്ട് പോലും അതൊന്നും വിലവെക്കാതെ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ എന്ന് പറയുമ്പോൾ എന്താണ് സ്ഥിതി? നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്താ? പല വീടുകളിൽ നിന്നും ചെറുപ്പക്കാർ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ വൈകുന്നേരമാകുമ്പോൾ അവർ തിരിച്ചു വരുമെന്ന് ഉറപ്പില്ല. മാതാപിതാക്കൾ വളരെ ആശങ്കയോടുകൂടിയാണ് മക്കളെ പറഞ്ഞേക്കുക. പക്ഷെ വീട്ടിൽ നിന്ന് പുറത്തു പോകാതെ പറ്റില്ലല്ലോ, ജീവിക്കണ്ടേ. തിരിച്ചു വരുമെന്ന് ഉറപ്പില്ല. ചിലപ്പോൾ കാരാഗ്രഹത്തിലായിരിക്കും, ചില സന്ദർഭങ്ങളിൽ മയ്യത്താണ് കാണുക. ഈ രൂപത്തിലുള്ള ഒരവസ്ഥ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു എന്നത് അത്യന്തം ഭയാനകമായ സ്ഥിതിവിശേഷമാണ്. ജില്ലാ ട്രെയിനിംഗ് പ്രസിഡന്റ് സൊലാഹുദ്ദീൻ മുസ്ലിയാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അബ്ദുറഷീദ് മുസലിയാർ ആയഞ്ചേരി, മുനീർ സഖാഫി, അബ്ദുറഹ്മാൻ മാസ്റ്റർ നരിക്കുനി, ഹുസൈൻ കുന്നത്ത്, ഹാരിസ് സഖാഫി, കുഞ്ഞമ്മദ് മാസ്റ്റർ, ജബ്ബാർ മാസ്റ്റർ കുറ്റ്യാടി തുടങ്ങിയവർ സംസാരിച്ചു. കെ.എം. അബ്ദുൾ ഹമീദ് സ്വാഗതവും വി.പി.കെ. സലാം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. എപ്പോ നോക്കിയാലും പിള്ളേർക്ക് ഒരു കളിയേ ഇല്ലു. നിനക്കെന്നാ വേണ്ടേ? പിള്ളേർ കളിച്ചോട്ടല്ലോ മോരാ. ആരത്? അതാ മോർണിംഗ് സ്റ്റാറിലെ സുരേഷിന്റെ ചെക്കന്ന്. ഗൾഫിൽ പോകുന്നത് ജോലി കിട്ടിയിട്ട്. ഏത്? നമ്മളെ ആ കുടുംബ സുരേഷിന്റെ ചെക്കനാ? അതേന്ന്. കഴിഞ്ഞ ആഴ്ചയും കൂടെ കളിക്കാൻ പറ്റിണ്ടായിരുന്ന ചെക്കൻ. ഓന് ജോലി കിട്ടിയ? ഓന് മാത്രമല്ല, ഈ നാട്ടിലെ എല്ലാ പിള്ളേർക്കും ജോലി കിട്ടും. അതിനല്ല അവരീടെ ഇല്ലത്. ഏതിരോ? നീ ഏതിന്റെ കാര്യമായി പറയുന്നത്? നമ്മുടെ ശ്രീശങ്കരാചാര്യാന്ന്. തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ.